കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം. ഞാൻ പറയുന്ന കഥയുടെ പേരാണ് ശിഷ്യാവൃതോകാശ് കട്ടിയ ദൈവം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. പണ്ട് പണ്ട് ശിഷ്യാവെന്നൊരു രാജാവ് യഹൂദ ഭരിച്ചിരുന്നു. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ ദൈവം രാജാവിനോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം രാജാവിന് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. യെശയ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ രാജാവിനോട് പോയി പറയണം, രാജാവ് എപ്പോൾ വന്നിരിക്കുന്ന രോഗം നിമിത്തം രാജാവ് മരിച്ചു പോകും. അതനുസരിച്ച് യെശയ്യാ പ്രവാചകൻ വേഗത്തിൽ ചെന്ന് രാജാവിന്റെ അടുത്ത് പറഞ്ഞു, രാജാവേ, എപ്പോൾ വന്നിരിക്കുന്ന രോഗം നിമിത്തം രാജാവ് മരിച്ചു പോകും. അതുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം വേഗത്തിൽ റെഡിയാക്കണമെന്ന് പറഞ്ഞു. പാവം രാജാവ് എന്തു ചെയ്യും? രാജാവ് സങ്കടമായി. രാജാവ് ചുവടിന് നേരെ മുഖം തിരിച്ച് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അങ്ങയുടെ മുമ്പ് ഏകാഗ്രതയോടും പരമാർത്ഥതയോടും നടന്ന് അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഓർക്കണമേ എന്ന് പറഞ്ഞു കരഞ്ഞു. തന്റെ ദാസനായ യെശയ്യാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവം യെശയ്യാ പ്രവാചകനോട് പോയി പറഞ്ഞു, ഞാൻ രാജാവിന്റെ പ്രാർത്ഥന കേട്ടു, കണ്ണുനീർ കണ്ടു. ഞാൻ രാജാവ് സൗഖ്യം നൽകി. രാജാവ് 3-ാം നാൾ ദേവാലയത്തിൽ പോകും. രാജാവ് രാജനോടുകൂടെ 15 വർഷം നീട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ യെശയ്യാ പ്രവാചകൻ രാജാവിന്റെ അടുത്ത് പോയി പറഞ്ഞു, രാജാവേ, എപ്പോൾ വന്നിരിക്കുന്ന രോഗം നിമിത്തം രാജാവ് മരിച്ചു പോകയില്ല. രാജാവ് 3-ാം നാൾ ദേവാലയത്തിൽ പോകും. രാജാവിന്റെ ആയുസിനോടുകൂടെ 15 വർഷം നീട്ടി നൽകും. അതിനൊരു അടയാളം കൊടുത്തു. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി തിരിയുമാറാക്കി. രാജാവിന്റെ ശരീരത്തിൽ വലിയൊരു പരുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞതനുസരിച്ച് യെശയ്യാ പ്രവാചകനോട് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് ആ പരുവിന് മേലിട്ടു. രാജാവിന് സൗഖ്യം വന്നു. എന്ത് അത്ഭുതമല്ലേ! ശരിക്കും അത്തിപ്പഴക്കട്ടയുടെ ഗുണം കൊണ്ടല്ല രാജാവിന് സൗഖ്യം വന്നത്. രാജാവ് ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ചതിനാൽ ദൈവം രാജാവിന് സൗഖ്യം നൽകി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമായില്ലേ? ഹിസ്കിയാ രാജാവ് ജീവിച്ചിരുന്നപ്പോൾ ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചതിനാൽ ദൈവം ഹിസ്കിയാവിന് ദീർഘായുസ്സ് നൽകി. അതുപോലെ നാമും ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയിൽ നടന്നാൽ നമുക്കും ദൈവം ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.